ഫ്രണ്ട്സ്, ഗ്ലിംസ് ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് തൂവൽ വെള്ളച്ചാട്ടത്തിലാണ്. ഇപ്പം നേരത്തെയൊക്കെ ഇത്ര ഡെവലപ്മെന്റ് ആയിട്ടില്ലായിരുന്നു. ഇപ്പം നമുക്കിവിടെ ഈ സൈഡ് നടന്നുകൊണ്ട് പാലങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ നമ്മൾ ചുമ്മാ ഇതുവഴി വെള്ളത്തിനകത്ത് തന്നെ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഈയിടെ പഞ്ചായത്ത് പാലം പിടിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈസി ആയിട്ട് നടന്നു പോകാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി അവിടെ ഒരു സെക്ഷൻ പാലമുണ്ട്. ഇതാണ് നമ്മൾ ആ മേളിൽ നിന്നാണ് നടന്നു വന്നത്. നമ്മൾ നടന്നു വന്ന് ഇതുവഴിയാണ് നടന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ചെറിയൊരു പാലമുണ്ട്. ഈ പാലത്തെ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ കുറച്ച് വ്യൂസ് കാണാവുന്നതാണ്. താഴേക്ക് ആൾക്കാർ ഇറങ്ങി നിൽപ്പുണ്ട്. നമുക്ക് ഇതുവഴി നടന്ന് താഴോട്ട് ഇറങ്ങിപ്പോവാം. നമുക്ക് ആദ്യമേ ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച കാണാം. അങ്ങ് താഴെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. ഇതാണ്ടാ വരുന്ന വഴി. ശരിക്കും താഴോട്ട് നോക്കണം, നമുക്ക് പേടിയാണ്. നമ്മൾ നല്ല പൊക്കത്തിലാണ് നിൽക്കുന്നത്. താഴോട്ട് ഇങ്ങനെ കുത്ത ഇതാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. താഴെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം ഇതുവഴിയാണ് പോകുന്നതെന്ന്. അങ്ങേ അറ്റത്തോടെ ഒരു ഇച്ചിരി വെള്ളം പോകുന്നുണ്ടോ? കണ്ടിട്ട് പേടിയാന്ന്. മുമ്പ് ചുമ്മാ നടന്നപ്പോ തെന്നി വീഴാൻ തുടങ്ങി. അവിടെ അങ്ങനെ ഇവിടെ നിന്ന് തെന്നിയാണ്ടല്ലോ. പക്ഷെ അവരിത്രയും കിട്ടിയപ്പോ ഇവിടെ ഒരു ആ പാറ കൂട്ടി ഒരു ബാരിക്കേഡും കൂടെ വെക്കുവായിരുന്നെ നൈസായിരുന്നു. ഇതിപ്പോ ഇവിടെ അപകടം നടക്കാൻ ചാൻസ് ഉള്ള സ്ഥലമല്ലേ. താഴെ അവിടെയുള്ള വീടുകാർക്കൊക്കെ സൗകര്യം. വെള്ളം ഓസിറ്റ് എടുത്താൽ മതി. ഇതുണ്ട് ഓസിറ്റേക്കുന്നത് അവരാന്ന് തോന്നുന്നു. അവിടെ മുന്നോട്ട് വഴി പോകാമോ? ഇല്ല, എത്രയല്ലേ ഉള്ളൂ അല്ലേ? ഇനി നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് പോയി നോക്കാം. അതുവഴി ഒരു വഴിയുണ്ട്. നമുക്ക് അതുവഴി ഒന്ന് പോയി നോക്കാം. നമ്മളങ്ങനെ വെള്ളം ക്രോസ് ചെയ്ത് വെള്ളത്തിന് താഴോട്ട് പോവാണ്. ഇതുവഴി ഇങ്ങനെ ചെറിയൊരു വഴിയുണ്ട്. ഈ വഴി നമുക്കൊന്ന് പോയി നോക്കാം. ഇതിങ്ങനെ ഒരു ചെറിയ വഴി കയറിയിട്ട് ഒരു വലിയ റോഡിലോട്ടാണ് കയറുന്നതെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അതെ, ഈ വഴി ഇറങ്ങാൻ എളുപ്പ, തിരിച്ച് കയറാന്. നമ്മളങ്ങനെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. കയറി വരുന്നവരൊക്കെ നല്ല കിതച്ചിട്ടാണ് കയറി വരുന്നത്. അങ്ങനെ ഏകദേശം പകുതിയല്ല, ഒരു ആദ്യത്തെ തട്ടിന് അവിടെ ആയി അല്ലേ? നമ്മളങ്ങനെ അടിഭാഗത്തെത്തി. വെള്ളച്ചാട്ടത്തിന് ഏറ്റവും അടിയിലെത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു പകുതിയോട്ടേ കാണത്തുള്ളൂ. നമുക്ക് കുറച്ചുകൂടെ ബാക്കിലോട്ട് ഇറങ്ങിയാലാണ് ഏറ്റവും ടോപ്പോട്ട് കാണാൻ. നമുക്ക് അങ്ങോട്ട് മാറി നോക്കാം. നമ്മൾ ഏകദേശം താഴെ വന്നു. ഇതുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ താഴോട്ട് പോകാനുണ്ട്. ഭയങ്കര ഒഴുക്കാണ്. നമ്മൾ ക്രോസ് ചെയ്യാൻ പറ്റുമോന്ന് അറിയത്തില്ല. നോക്കാം. മേൽഭാഗത്ത് നമുക്ക് വെള്ളം ക്രോസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെയൊക്കെ ഒത്തിരി അപകടങ്ങളുണ്ടായിട്ട്. നമ്മുടെ ആ ടോപ്പിൽ ഇറങ്ങുന്ന അപകടമാണ്. അവിടുന്ന് എന്തോ അകത്തൂടെ പാർക്കകത്തൂടെ എന്തോ പൊത്തുണ്ട്. അപ്പം
അവിടെ നമ്മൾ എന്തെങ്കിലും ഒഴുക്കിപ്പെട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പാറയുടെ അകത്തായി പോകും. കാരണം പണ്ട് അങ്ങനെ ആരോ പോയിട്ട് പാതാളക്കരൻ്റെ പോയിട്ടിട്ട് കിട്ടിയതെന്നാണ് പറയുന്നത്. നമ്മൾ മേളിൽ ക്രോസ് ചെയ്യുന്ന അപകടമാണ്. നമുക്ക് താഴ്ഭാഗത്തോട്ട് വല്ലതും പോയിട്ട് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് കയറാൻ പറ്റുമോ നോക്കാം. ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ പാടാണ്. അതുകൊണ്ടോ ഇവിടെ ഭയങ്കര പായല, പിന്നെ നല്ല ചെരുവാണ്. താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തേക്ക് ഇറങ്ങുന്നതിന് പ്രശ്നമില്ല. അവിടെ വലിയ ഒഴുക്കുമില്ല, വലിയ ആഴമില്ല, പിന്നെ വെള്ളവും പതുക്കെയാണ് ഒഴുകുന്നത്. പക്ഷെ അതുവഴി വരണമെങ്കിൽ നമ്മൾ വേറൊരു വഴിക്ക് ഇറങ്ങി വരണം. നമുക്ക് ആ വഴി കിട്ടുമോ നോക്കാം. നമ്മങ്ങനെ തിരിച്ച് കയറ്റം കയറി എത്തി. നല്ല കയറ്റമാണ്. മേളിലൊക്കെ അത്യാവശ്യം ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു. നല്ല ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വിജയകരമായി തിരിച്ചെത്തി. നമ്മളെ ജോളിൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടു. നമ്മൾ കൂട്ടുകാരനെ കൂട്ടിക്കൊണ്ട്, അവൻ്റെ കൂട്ടുകാരൻ ഇവിടെയാണ്. ഇവൻ്റെ വീട് താഴ്ഭാഗമാണ്. നമ്മൾ വെള്ളത്തിന് ഏറ്റവും അടിഭാഗം വരുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ തുടങ്ങിയാണ്. ഒട്ടും വെയിലടിക്കുകയല്ല, അങ്ങനെ ഗുണമുണ്ടല്ലേ. നമ്മളങ്ങനെ വേറൊരു വഴിക്കൂടെ വെള്ളത്തിന് ഏറ്റവും താഴെ വന്നു. നമ്മൾ കുറച്ച് മുന്നേ വന്നത് ആ മേൽഭാഗത്തായിരുന്നു. ഏറ്റവും മേളിൽ നിന്നാണോ വരുന്നത്? അത് ആ തട്ട വെള്ളം വീഴുന്നുണ്ടോ? അതിന് താഴെ പതിഞ്ഞാടുന്നുണ്ടോ താഴോട്ട്? ഒരു വെട്ടിക്കൂടി ഇങ്ങനെ ഒരു ചെറിയൊരു ഷേപ്പിൽ ആ വെള്ളം വന്നു വീഴുന്ന ഒരു ഈ ഇല്ലില്ലേ, ആ ഇല്ലിയുടെ രണ്ടെണ്ണം ഞങ്ങൾ വെട്ടി കൂട്ടി കെട്ടി. അത് അടിയിൽ ഇറക്കിയിട്ടാണ് അടി എത്തിയിട്ട്. അത്ര ആഴമുണ്ടല്ലേ? പാതാളക്കാരൻ്റെ അടി മുട്ടിയിട്ടില്ല. പോലീസുകാരുടെ പാതാളക്കാരൻ്റെ അടി മുട്ടിയിട്ടില്ല. ആ ഒരു കുഴിയാണ്, കണ്ട കുഴിയാണ് പറയത്തില്ല. ഇത് കണ്ടാ പറയല്ലേ പത്താൾ താഴ്ച ഉണ്ടെന്ന്. പിന്നെ അങ്ങോട്ട് വരൂടാ, ഈ സൈഡ് വരത്തില്ല. ഈ സെൻറ്റർ കുഴി വരും. അതല്ലേ, ഈ ഭാഗം കൂടി അല്ലേ. നമുക്ക് മേലോട്ട് പോവാ അല്ലേ? ഇതുകൊള്ളല്ലേ വേര് നിൽക്കുന്നു. അങ്ങനെയാണോ? തെറ്റിലാണ് അല്ലേ? നല്ല വ്യൂ ആ. ചാടുന്നില്ലേ? അതിൻ്റെ സൈഡ് വരെ വന്നു, മേളിക്കോടെ ഇറങ്ങി. അവിടുന്ന് പിന്നെ അത്രയും ഭയങ്കര ചെരുവല്ലേ പാറയ്ക്ക്. പാറയുണ്ട്, ആ പാറയുടെ തുടങ്ങി താരം കണ്ട് വെന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ കേട്ടത്. അതിനത്ര വലിച്ചിട്ട് നമുക്ക് ഇതിന്റെ മണ്ടയുടെ ചുഴിയ ഒരു സാധനം ഇട്ടാം. ഇതിനടിയിൽ മൊത്തത്തിലെ വെള്ളം താഴോട്ട് വലിച്ചു. പൊങ്ങി വരാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് ഇറങ്ങിയിട്ടുള്ള മരത്തില്ല. ഇതിനകത്ത് ഇറങ്ങിയിട്ടുള്ള മരമുണ്ട്. ക്യാമറ കാണിക്കറിയോ? അതെ, കയറി കിട്ടും. കരയ്ക്ക് നമ്മറൊക്കെ എന്നിട്ട് കാണും. ആ പിള്ളേർ മുങ്ങിയെടുക്കാൻ പോയതാണ് മരം. മുങ്ങിയെടുത്തിട്ട് കിട്ടിയില്ല. ലാസ്റ്റ് പാതാളക്കരണ്ടി കുത്തിപ്പോയി. എന്നിട്ട് പാതാളക്കരണ്ടി കിട്ടിയോ? ഇറങ്ങിയിട്ട് പിന്നെ കാല് സൈഡം വലിച്ച് പുത്തിലോട്ട് കയറിക്കണം. എൻ്റെ പെടലേക്ക് പോയി പെടലേക്ക് കഴിക്കും. കറക്റ്റുകാർ ഞാൻ അതിലൊരു ഒറ്റ വഴി അടിക്കുന്നു. എന്നാ വെച്ചാൽ പൊങ്ങി വരുന്നുണ്ട്. ഞാൻ സെൻറ്ററിലോട്ട് ഇങ്ങനെ പോകുന്നത് തുറന്ന് കൊടുക്കണം.
ഭാഗ്യമുള്ളതാണ് രസോട്. നമ്മൾ മുമ്പേ അപ്പുറത്തേലാണ് വന്ന് ഇറങ്ങിയത്. ഇവിടെ നല്ല വെള്ളമാണ്, ഇവിടെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റാതിരുന്നത്. അങ്ങനെ നമ്മൾ അപ്പുറം വേറെ വഴി കൂടെ ഇറങ്ങിയിട്ട് കയറി വന്നതാണ് ഇപ്പോൾ ഇവിടെ. നമ്മൾ മുമ്പേ അങ്ങേ ആ സൈഡിൽ കൂടെയാണ് നാട് ഇറങ്ങിപ്പോയത്. എങ്ങനെയുണ്ട് ഈ സ്ഥലം? അടിപൊളിയല്ലേ? അപ്പം ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് കിട്ടുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നല്ലൊരു വീഡിയോയുമായി നമ്മൾ അടുത്ത തവണ കണ്ടുമുട്ടുന്നതാണ്. അതുവരെ സ്റ്റേ ട്യൂൺ വിത്ത് ക്ലിൻസ് ടെക്.